ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചു. മോഹൻലാലിനായി പ്രൊജക്ട് തന്നെ ഉപേക്ഷിച്ചു. ജൂഡ് ആന്റണിയുടെ വെളിപ്പെടുത്തൽ. മലയാള സിനിമയിൽ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്ന പേരാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന്റേത്. പുതിയ ചിത്രം തുടക്കം തിയേറ്ററുകളിൽ എത്തിയതോടെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം ജൂഡ് ആന്റണി പറഞ്ഞ ചില വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. വിസ്മയ മോഹൻലാൽ നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിൽ മോഹൻലാലും ഭാഗമാകുന്നുണ്ട്. റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം ആഗോളതലത്തിൽ ഏകദേശം 3 കോടി രൂപയാണ് ചിത്രം നേടിയത് എന്നാണ് വിവരം. എന്നാൽ ഇപ്പോൾ തുടക്കമെന്ന സിനിമയേക്കാൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ജൂഡ് ആന്റണി ജോസഫ് നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തലാണ്. മോഹൻലാലിനെയും ബോളിവുഡ് താരം ആയുഷ്മാൻ ഖുറാനയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരു ബോളിവുഡ് സിനിമ ചെയ്യാൻ താൻ പദ്ധതി ഇട്ടിരുന്നുവെന്നാണ് ജൂഡ് ആന്റണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ സിനിമയുടെ ഏകദേശ തിരക്കഥ പോലും പൂർത്തിയാക്കിയിരുന്നു. പ്രൊഡക്ഷൻ ഹൗസുമായി കഥയെക്കുറിച്ച് ചർച്ചകളും നടന്നിരുന്നു. അതിൽ മോഹൻലാലിന് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ജൂഡ് ആന്റണി മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് നടന്ന ഒരു സംഭവമാണ് ആ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ പിന്മാറാൻ ജൂഡ് ആന്റണിയെ പ്രേരിപ്പിച്ചത്. ജൂഡ് ആന്റണി പറഞ്ഞതനുസരിച്ച് മോഹൻലാലിനും ആ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു മനസ്സിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ തിരക്കഥ പൂർത്തിയാക്കി നൽകുന്നതിന് മുൻപ് തന്നെ ജൂഡ് ആന്റണി ഒരു കാര്യം പ്രൊഡക്ഷൻ ഹൗസിനോട് ആവശ്യപ്പെട്ടു. മോഹൻലാലിനെ ഉൾപ്പെടുത്തി തന്നെ ഈ സിനിമ പൂർത്തിയാക്കണമെന്നായിരുന്നു ജൂഡിന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ തിരക്കഥ പൂർത്തിയാകുന്നതിൽ തനിക്ക് പ്രശ്നമില്ല, എന്നാൽ മോഹൻലാലിനെ കൊണ്ട് തന്നെ ആ പ്രൊജക്ട് പൂർത്തിയാക്കുമെന്ന് ഉറപ്പുണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. ജൂഡ് ആന്റണിക്ക് ലഭിച്ച മറുപടി അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യം സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടണം, അതിനുശേഷമേ സെക്കൻഡറി ആർട്ടിസ്റ്റുകളെ കുറിച്ച് ചിന്തിക്കൂ എന്നായിരുന്നു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്നാണ് ജൂഡ് പറയുന്നത്. ഇതിലെ സെക്കൻഡറി ആർട്ടിസ്റ്റ് എന്ന പ്രയോഗമാണ് ജൂഡ് ആന്റണിയെ ഏറെ അസ്വസ്ഥനാക്കിയത്. കാരണം താൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കാണുന്ന മോഹൻലാലിനെ ഒരു സെക്കൻഡറി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പരിഗണിക്കുന്നത് അംഗീകരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന നിലപാടായിരുന്നു ജൂഡിന്. മോഹൻലാൽ ആ സിനിമയിൽ വെറുമൊരു അതിഥി വേഷത്തിലോ ചെറിയൊരു കഥാപാത്രത്തിലോ ആയിരുന്നില്ല വരേണ്ടിയിരുന്നത്. തൻ്റെ മനസ്സിൽ മോഹൻലാലിന് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നുവെന്നാണ് ജൂഡ് പറയുന്നത്. പ്രത്യേകിച്ച് ബോളിവുഡിൽ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസുമായി ചർച്ചകൾ വരെ നടന്നു കഴിഞ്ഞ ഒരു സിനിമയാണെങ്കിൽ അത് ഏറെ ബുദ്ധിമുട്ടാകും. എന്നാൽ മോഹൻലാലിനോടുള്ള തൻ്റെ ബഹുമാനത്തിൻ്റെ പേരിലാണ് താൻ ആ തീരുമാനം എടുത്തത് എന്നാണ് ജൂഡ് വ്യക്തമാക്കുന്നത്. ഇതെല്ലാം ഇമെയിൽ വഴിയായിരുന്നു നടന്നതെന്നും ജൂഡ് പറയുന്നു. പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു ഇമെയിൽ വരും, അതിന് ജൂഡ് മറുപടി നൽകും. ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോയി. ഒടുവിൽ തൻ്റെ അഭിഭാഷകനെയും ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നാണ് ജൂഡ് ആന്റണി പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറിയത്. അതുമാത്രമല്ല, അവസാനം ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാനുള്ള നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റും ഒപ്പുവെച്ചിരുന്നുവെന്നാണ് ജൂഡ് പറയുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ സിനിമ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. കഥ ചർച്ച ചെയ്തു, കഥാപാത്രങ്ങളെക്കുറിച്ച് ആലോചിച്ചു, തിരക്കഥയുടെ പ്രാഥമിക രൂപം തയ്യാറാക്കി. മോഹൻലാലിനെയും ആയുഷ്മാൻ ഖുറാനയെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതി ഉണ്ടായി. പക്ഷേ ഒരു കഥാപാത്രത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസം ഒടുവിൽ മുഴുവൻ പ്രൊജക്റ്റും ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തി. ഇവിടെ ശ്രദ്ധേയമാകുന്നത് ജൂഡ് ആന്റണിയുടെ മോഹൻലാലിനോടുള്ള സമീപനമാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ. നിരവധി വർഷങ്ങളായി മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിലും രാജ്യത്തിനു പുറത്തും ശ്രദ്ധ നേടിയ നടനാണ് അദ്ദേഹം. ബോളിവുഡിലും മോഹൻലാൽ നേരത്തെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഹിന്ദി സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ അവതരിപ്പിക്കണമെന്ന ആഗ്രഹം പല സംവിധായകർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ജൂഡ് ആന്റണിക്കും അത്തരമൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആയുഷ്മാൻ ഖുറാനയെ പോലുള്ള ബോളിവുഡിലെ ശ്രദ്ധേയനായ നടനൊപ്പം മോഹൻലാലിനെ അവതരിപ്പിക്കുകയായിരുന്നു ജൂഡിന്റെ പ്ലാൻ. ഒരു മലയാള സംവിധായകന്റെ ബോളിവുഡ് അരങ്ങേറ്റം എന്ന നിലയിലും ഈ പ്രൊജക്റ്റിന് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സിനിമയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ല.
ജൂഡ് ആന്റണി തന്നെ അതിൽ നിന്ന് പിന്മാറിയതോടെ ആ പ്രൊജക്ട് നിലവിൽ മുന്നോട്ടു പോകുമോ എന്നതിനെക്കുറിച്ചുള്ള വിവരവും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാകുകയാണ്. മോഹൻലാലിനെ നായകനാക്കുകയോ പ്രധാന കഥാപാത്രമാക്കുകയോ ചെയ്യാതെ മറ്റൊരു താരത്തിന്റെ സിനിമയിൽ സെക്കൻഡറി റോളിലേക്ക് പരിഗണിക്കുന്നത് തെറ്റാണോ എന്ന ചർച്ചയും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്.